ഇന്ന് നമ്മളെ ഭക്ഷണം കഴിക്കാം ഷീബ ഹോട്ടലിൽ പോയാലോ? ഷീബ ഹോട്ടൽ തിരൂരാണ്. തിരൂര് എന്ന 1962 ഷോപ്പാണ്. പഴയ ഒരു ഷോപ്പാണ്. അതൊന്നും പ്രവർത്തനം ഉണ്ട്. ആ ഷോപ്പ് ചോറുണ്ട്, ബിരിയാണി ഉണ്ട്, മസാല ദോശ ഉണ്ട്, നെയ്റോസ് ഉണ്ട്, അതൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പാട്ടോ. ഇനി ഞാൻ അവിടെ എത്തിയിട്ട് കാട്ടിത്തരാം. വരും. ഓണറാണ് കുട്ടേട്ടൻ. കുട്ടേട്ടൻ ഇവിടെ എന്തൊക്കെയാണ് ഭക്ഷണങ്ങളുള്ളത്? ഇവിടെ സാധാ നാടൻ ഫുഡ് ഉണ്ട്. നാടൻ ഓണ്, സാമ്പാർ, മീൻകറി, അച്ചാറ്, കൂട്ടുകറി, പപ്പടം, മുളക് പൊരിച്ചത്. ഇന്നത്തെ ഓരോ ദിവസം ഓരോ ഐറ്റം ആവും. ഡെയിലി ഒരു ഐറ്റം ആവില്ല. പിന്നെ വേറെ എന്തൊക്കെയാ? പിന്നെ സീ ഫുഡ് അങ്ങനെയുള്ള കാര്യങ്ങള്? മീൻ വറുത്തുണ്ട്, മീൻ കറിയുണ്ട്, വറുത്തുണ്ട്. പിന്നെ ഉള്ളത് ബീഫ് ഫ്രൈ, ചില്ലി, ചില്ലി, പൊറോട്ട അല്ലെ? പൊറോട്ട, അങ്ങനെയുള്ള കാര്യങ്ങൾ. ബിരിയാണി എന്തൊക്കെയാ? ബിരിയാണി കുട്ടൻ ബിരിയാണി. കുട്ടൻ ബിരിയാണിയാണ് മെയിൻ. പിന്നെ ചിക്കൻ ബിരിയാണി, ചിക്കൻ ലഗോണാണ് നമ്മളെ ഇറച്ചി കോഴി. സാധാ നമ്മളെ മലപ്പുറം ബിരിയാണി, കല്യാണ ഫ്രൈ ബിരിയാണി എന്ന് പറഞ്ഞിട്ട്. ഫ്രൈ ബിരിയാണി അത് ചിക്കൻ പൊരിച്ചത്, ചിക്കൻ പൊരിച്ച ബിരിയാണി. അതാണ് നമ്മളതൊന്ന് കാണല്ലേ ബിരിയാണി. ഇത് ഫ്രൈ അല്ല, ദമ്മ് ബിരിയാണി. ദമ്മ് ബിരിയാണി, അതെ. ലഗോൺ കോഴിയുടെ ബിരിയാണി ദമ്മാണ്. എടുത്തോ? ഓക്കെ, അടച്ചാളി. അത് ഇത് കുട്ടൻ ബിരിയാണി. അതാണ് ഇവിടുത്തെ സ്പെഷ്യൽ ഇല്ലേ? കുട്ടൻ ബിരിയാണി. നല്ല ഇളയ കുട്ടന്റെ ബിരിയാണി. ഇളയ കുട്ടന്റെ ബിരിയാണി. പിന്നെ ഫ്രൈ ബിരിയാണി എന്ന് പറഞ്ഞാൽ ചിക്കൻ പൊരിച്ചത് റൈസിൽ വെച്ച് കൊടുക്കുക. അതെ. പിന്നെ ബീഫ് ഫ്രൈ. പിന്നെ രാവിലെ നെയ്റോസ്റ്റ് മസാല. എത്ര മണിക്ക് രാവിലെ തുറക്കില്ലേ? 6:30 മണിക്ക് നെയ്റോസ്റ്റ് മസാല ഒക്കെ രാവിലെ ഉണ്ടാവില്ലേ? ഇത് എത്ര മണിക്ക് അത് അടക്കല്? 8:30 മണി. 8:30 മണി വരെ ഉണ്ട്. ഇതിന് വല്ല ലീവോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടാവില്ല? ലീവ് വെള്ളി, ഫ്രൈഡേ ലീവാണ്. ഫ്രൈഡേ ലീവാണ്. അതിന്റെ മെയിൻ ആയിട്ട് നമ്മളെ മാർക്കറ്റിലെ സ്ഥിരമുള്ള കച്ചവടമാണ് മാർക്കറ്റിലെ അല്ലേ? പിന്നെ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്താണ്. പിന്നെ എന്നെ തന്നെ നമ്മുടെ ഫ്രണ്ടാണ് ഈ ഹോട്ടലിൽ പരിചയപ്പെടുത്തിയ ഇബ്രാഹിം. ദുബായ് ഇബ്രാഹിം എന്താണെങ്കിൽ കോഴി മാർക്കറ്റ് അവര് സ്ഥിരം കസ്റ്റമർ ആണ്. അപ്പൊ അവരങ്ങനെ ഒന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഫുഡ് നല്ല ഫുഡാവും. അവർ എന്നും കഴിക്കുന്ന ഫുഡായതുകൊണ്ട് യാതൊരു കംപ്ലൈന്റോ കാര്യങ്ങളോ ഇല്ലാത്തതുകൊണ്ടാണ് അവര് നമ്മളത് പരിചയപ്പെടുത്തിയിട്ടോ. പൊറോട്ട നല്ല വലിയ പൊറോട്ടയാണ്. പിന്നെ ചിക്കൻ ബിരിയാണി എന്താ റേറ്റ് എന്താ വരുന്നത്? 130 രൂപ. 130 രൂപ. എത്ര പീസാണ് അതിലുണ്ടാവില്ലേ? അതിന് 2 പീസ്. 2 പീസ്. കുട്ടൻ ബിരിയാണിയോ? അയിലക്കറി. ഒരു അയില ഫുള്ളായിട്ട് തന്നെ ഉണ്ട് ഇട്ട കറിയില്. അതാണ് അയിലക്കറി. ഇത് കുട്ടൻ ചാപ്സ്, ബീഫിന്റെ ചാപ്സ്. ഇതൊരു വെറൈറ്റിയാണ്. ബീഫിന്റെ ചാപ്സ് അതെന്താ റേറ്റ് എന്താ വരുന്നത്? 60 രൂപ ഒരു പീസിന് അല്ലേ? അങ്ങനെ പീസ് കണക്കിന് കൊടുക്കും. ഓക്കെ. എന്തൊക്കെയാ ഉള്ളത്? നെടുക, മാന്തള, അയില. ഇതിന് വില ചോദിക്കണമെന്നില്ല. എന്താണെങ്കിലും ഇവിടെ തന്നെയാണ് മാർക്കറ്റ് എന്ന് പറഞ്ഞെങ്കിൽ ഈ മാർക്കറ്റിൽ അന്നത്തെ വരുന്ന മീനിനുള്ള വിലേന്റെ അനുസരിച്ചിട്ടാവും ഇവിടെയുള്ള ഹോട്ടലുകളിലെ മീനൊക്കെ വില നിലവാരങ്ങൾ ഉണ്ടാവും. പൊരിക്കടികളൊക്കെ ഉണ്ട്. പിന്നെ കൂൾ ഡ്രിങ്ക്സ് സാധനങ്ങളൊക്കെ ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. സീറ്റുകള്, ഫാമിലി റൂം, സെറ്റപ്പാണ്. സെറ്റപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ സ്വസ്ഥമായിട്ട് വന്നുകൊണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം. നല്ല വിശാലമായ റൂമുകളൊക്കെയാണ് ഉള്ളത്. ഇരുന്ന് ഭക്ഷണം കഴിക്കാം ഹോട്ടലില്. അത് നിങ്ങൾ പൊറോട്ട മാത്രമാണോ അതോ വേറെ ഉണ്ട് അല്ലേ? പൊറോട്ട മേക്കർ. പൊറോട്ട അതെ, സപ്ലൈ ആയിട്ട് നിൽക്കുന്നതാണ് അല്ലേ? ദൂരാണല്ലേ? ഇവിടെ എന്തിനു വരുന്നതാണ്? ഞാൻ മഞ്ചേരിയിൽ ബിസിനസ് ഉണ്ട്.
ഞാൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇറങ്ങി ഭക്ഷണം കഴിച്ചിട്ട് പോകാറ്. സ്ഥിരം ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്ന ഹോട്ടലാണ്. അപ്പൊ നല്ല ഹോട്ടൽ തന്നെയാണ്. എനിക്ക് കുഴപ്പമില്ല, നല്ല നല്ല ഫുഡാണ്. വീടിന്റെ അവിടെ തന്നെയാണ്. എന്തായാലും മറ്റൊരാളും famous ആകട്ടെ. അതെ തന്നെ. എങ്ങനെയുണ്ട് ഭക്ഷണം? എങ്ങനെയുണ്ട്? സൂപ്പറാണ്. നിങ്ങൾ സ്ഥിരമായിട്ട് ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്നത് ഇവിടെ മാർക്കറ്റിൽ തന്നെ ഉള്ളതാണ് അല്ലേ? മാർക്കറ്റിൽ ഭക്ഷണത്തിന്റെ ടേസ്റ്റ് നോക്കാം. ആദ്യം മീനുണ്ട്, കുട്ടൻ ചാപ്സ്, ബീഫ് വരട്ടിയത്, കണ്ട ചിക്കൻ ബിരിയാണി, കുട്ടൻ ബിരിയാണി. ആദ്യം നമ്മൾ കുട്ടൻ ബിരിയാണീൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. എന്താ ചോറ് ഉണ്ടാവും. പറ്റുകളൊക്കെ അടിപൊളിയാണ്. എന്താണ് തട്ടിയിട്ടോ കാര്യങ്ങളൊന്നും ഇല്ല, നല്ല അരിയാണ്. ഇതാണ് കുട്ടൻ, ഇളയ കുട്ടനാണ്. അടിപൊളിയാണ്. നമ്മുടെ ചിക്കൻ ബിരിയാണി നോക്കാം. ചിക്കൻ ബിരിയാണി ഇതുപോലെ ടേസ്റ്റാണ് കാണുന്നത്. നല്ല പീസുമാണ്. പീസ് ലഘുവാണല്ല കേട്ടോ. നമ്മളെ ബിരിയാണി കോഴി തന്നെയാണ്. ബിരിയാണി കോഴി എന്ന് പറഞ്ഞാൽ നമ്മളവിടെ മലപ്പുറത്ത് നമ്മളത് ഉപയോഗിക്കുന്നത് നമ്മളെ ബ്രോയിലർ അല്ല, നല്ല ലഘുവാണ്. ലഘുവും കോഴീൻ്റെ ബിരിയാണിയാണ്. അതുകൊണ്ട് തന്നെ മസാലയും കാര്യങ്ങളൊക്കെ നല്ല പിടിക്കും. ബിരിയാണി അടിപൊളി ബിരിയാണിയാണ്. ബിരിയാണി മാത്രമല്ല കേട്ടോ, നല്ല കുമ്പപ്പൂവുള്ള അടിപൊളി ചോറുണ്ട് കേട്ടോ. ചോറ്, സാമ്പാർ. ഇത് രാവിലെ 6:30 തുറക്കും ഈ കട. ഈ കട 6:30 തുറന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മസാല ദോശ, നെയ്യ് റോസ്റ്റ് അങ്ങനെയുള്ള സാധനങ്ങൾ എല്ലാം ഉണ്ട് കേട്ടോ അവിടെ. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഉച്ചയ്ക്കുള്ള ഭക്ഷണമാണ്. നല്ല മീൻ പൊരിച്ചതും ചോറും അതൊക്കെ ഉണ്ട്. ഞങ്ങൾ ബിരിയാണിയാണ് വാങ്ങിയിട്ടുള്ളത്. നമ്മളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അടിപൊളി ടേസ്റ്റാണ്. എല്ലാം ഞങ്ങളൊന്ന് ടേസ്റ്റ് നോക്കി, മീൻ എല്ലാം ഞങ്ങളൊന്ന് ടേസ്റ്റ് നോക്കി. അടിപൊളി സംഭവം. പിന്നെ പൊറാട്ട ഉണ്ട്, പിന്നെ ദോശ ഉണ്ട്, അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പൊറാട്ട ഞങ്ങൾ എടുത്തിട്ടില്ല, നമുക്ക് നല്ല വലിയ പൊറാട്ടയാണ്. ഇപ്പം ഈ വീഡിയോ തന്നെ അവർ അടിക്കുന്നത് നമ്മൾ കാട്ടി തരുന്നുണ്ട്. അടിപൊളി പൊറാട്ടയാണ്. പക്ഷേ പൊറാട്ട നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ടില്ല. ടേസ്റ്റ് ചെയ്യേണ്ട ആവശ്യം പറഞ്ഞാൽ നമുക്ക് എവിടെ ചെന്നാലും ഈ പൊറാട്ടയും കാര്യങ്ങളൊക്കെ തന്നെയാണ് കിട്ടുന്നത്. പൊറാട്ട വേണ്ട. കുട്ടേട്ടൻ്റെ അച്ഛനാണിത്. 1962 ഈ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്ഥാപകരാണ് അത്, അവരുടെ അച്ഛനാണ്. ഒരു മാർക്കറ്റിൽ നിന്ന് വരുന്ന റോഡാണത്. കണ്ട, മാർക്കറ്റിൽ നിന്ന് വരുന്ന ഗുഡ്സ് വണ്ടികൾ നമ്മളെ ഇതിന് വരുന്ന റോഡാണത്. വരുന്നത് ആ റോട്ടിനാണ് നേരെ ഇതാ പോരുന്നത്. ഇവിടെ കേട്ടോ ഷിബ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഭക്ഷണമൊക്കെ നല്ല അടിപൊളി ഫുഡാണ്. കാര്യങ്ങളൊക്കെ പഴയ കാലത്തൊരു ഹോട്ടലാണ് കേട്ടോ അത്.